ഹലോ ഗൈസ്, മല്ലുബിൾ എന്ന ട്രേഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ട്രേഡിംഗ് ജേണി കുറിച്ചാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് മുതൽ ഞാൻ എൻ്റെ ട്രേഡിങ്ങിൽ കുറച്ച് മാറ്റങ്ങളും അതേപോലെ തന്നെ ഈ ഒരു 5 ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് ജേണിയിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകും എന്നാണ് തലമൂത്ത ട്രേഡേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഈ ഒരു 5 ചോദ്യം എന്നെ പറ്റിയുള്ള ചോദ്യം ഞാൻ ഒന്ന് അനലൈസ് ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഈ 5 ചോദ്യം ഇവിടെ നിൽക്കട്ടെ. അതിനു മുന്നേ ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ ട്രേഡിങ്ങിൻ്റെ ലോസും പ്രോഫിറ്റും എങ്ങനെയാണെന്നുള്ള രീതി ഞാൻ ആദ്യം കാണിച്ചു തരാം. സെറോദയാണ് ഞാൻ ഉപയോഗിക്കുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ ഞാൻ അതായത് ഈ വർഷം ഞാൻ ഏകദേശം ഒരു 13 ട്രേഡ് എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ഞാൻ പിന്നെ ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. കുറച്ചുകൂടെ പഴയ എൻ്റെ എല്ലാ അനുഭവങ്ങളും കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം കൂടെ ഒന്നുകൂടെ പോളിഷ് ചെയ്തിട്ട് ഒന്നേന്ന് മാർക്കറ്റിൽ ഇറങ്ങാനുള്ള തന്ത്രപ്പാടിലാണ് ഞാൻ. അപ്പോൾ ആദ്യത്തെ ദിവസം എനിക്കുണ്ടായിരുന്നത് ലോസ് ആയിരുന്നു. അതെ, 1068 രൂപ പോയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ലോസ് ആയതെന്ന് നമുക്ക് ഫസ്റ്റ് അനലൈസ് ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്ന പോലെ ഞാൻ അന്നത്തെ ദിവസം 2 ട്രേഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ട്രേഡിൻ്റെയും ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഞാൻ ആദ്യം എടുത്തത് പുട്ട് ഓപ്ഷൻ ആയിരുന്നു ഞാൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെറ്റപ്പിലായിരുന്നു ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ലെവലിൽ നിന്നാണ് ട്രേഡ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ ഞാൻ എക്സിറ്റ് ചെയ്യാം എന്നുള്ള മൈൻഡിലാണ് ഇരുന്നത്. എൻ്റെ ടാർഗറ്റ് വരുന്നത് ഏകദേശം ഈ ഒരു റേഞ്ച്, ഒരു 100 പോയിൻറ്റിലെ റേഞ്ചിലായിരുന്നു ഞാൻ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഇമോഷൻസ്, അതായത് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഓപ്ഷൻസിലൊരു ട്രേഡ് എടുക്കുന്നത്. പക്ഷേ എൻ്റെ ഇമോഷൻസ് ഞാൻ ഈ ഒരു ക്യാൻഡിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ ജസ്റ്റ് 800 റുപ്പീസ് പ്രോഫിറ്റ് വന്നത്. അതിനുശേഷം ഞാനത് മിസ് ഔട്ട് ആയത് കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നി, മണ്ടത്തരായിപ്പോയി എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പ്രോബ്ലി ഒരു 2500 അറൗണ്ട് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുന്നുണ്ടായിരുന്ന ഒരു ട്രേഡായിരുന്നു. ഞാനത് ഇവിടെ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു അത് ഫോളോ ഔട്ട് ചെയ്യുന്നു. പക്ഷേ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഫോളോ ചെയ്തപ്പോൾ തന്നെ ജസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തുള്ളതും കൊണ്ട് ഒളിച്ചോടാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായി പോയി. അതായിരുന്നു ഫസ്റ്റ് ട്രേഡ്. എല്ലാവരെയും പോലെ തന്നെ രണ്ടാമത്തെ ട്രേഡ് അപ്പം തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റേഞ്ചിൽ നിന്ന് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് തിരിച്ച് വരുമെന്ന് തന്നെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ഈ ഒരു ഫോള് ഞാൻ ആദ്യം എക്സ്പെക്റ്റ് ചെയ്തെങ്കിലും എനിക്ക് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു ക്യാൻഡിൽ ഫോർമായപ്പോൾ ഞാൻ വിചാരിച്ചു അത് തിരിച്ചു പോകും എന്ന് കരുതിയിട്ട് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ പിന്നെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ബൈ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ചുമ്മാ വെയിറ്റ് ചെയ്ത് ഒരു ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവലിൽ. പിന്നെ ഒന്നുകൂടെ ഞാൻ ഇമോഷൻസ് മാറ്റി വെച്ചിട്ട് നോക്കിയപ്പോഴത്തേനും ഇതെന്തായാലും ലൂസ് പൊസിഷനാണ് എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ലോസ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഞാൻ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും മെയിൻറ്റെയിൻ ചെയ്തില്ല. ഇമോഷൻ്റെ പുറത്ത് രണ്ടാമത്തെ ട്രേഡ് എടുത്തു. ആദ്യത്തെ ട്രേഡ് മിസ് ഔട്ടായതിൻ്റെ ആ ഒരു രീതിയിൽ അങ്ങനെ എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ലോസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം ബ്രോക്കറേജും കാര്യങ്ങളെല്ലാം ചേർത്ത് 1180 രൂപയായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ദിവസത്തെ നോക്കാം. ദിവസം ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു റേഞ്ചിൽ, കറക്റ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് ജസ്റ്റ് 2 മിനിറ്റ്സിനപ്പുറം ഈ ക്യാൻഡിൽ തന്നെ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒരു അപ്വേർഡ് മൂവ്മെൻ്റ് ആയിരുന്നെങ്കിലും ഈ ഒരു ക്യാൻഡിൽ വന്നപ്പോഴത്തേനും എൻ്റെ ഉള്ളിൽ ഒരു ഫിയർ വന്നു.
അപ്പോൾ ആ ടോപ്പിൽ തന്നെ ഞാൻ അതാണ് എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ട്രേഡിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 285 രൂപയായിരുന്നു. ആ പ്രോഫിറ്റിൽ നിന്ന് ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്യാൻഡിലിൽ നിന്നായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ കറക്റ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ പോയിന്റിൽ നിന്നൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ഞാൻ ഈ ഒരു റേഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് ജസ്റ്റ് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു അടുത്തൊരു ക്യാൻഡിൽ തന്നെ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആയിരുന്നു. ഞാൻ പ്രഡിക്റ്റ് ചെയ്തതും ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഞാൻ അടുത്ത മൂന്നാമത്തെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ബൈ ചെയ്തിരുന്ന സി ആയിരുന്നു. 12.57 ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലോ ക്യാൻഡിലിൽ ഞാൻ ഈ ഒരു ഹൈ പോയിന്റ് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ക്വിക്ക് റാപ്പിഡ് മൂവ്മെൻറ്റ് ഇതാ ഏകദേശം ഈ ഒരു ചെറിയ ക്യാൻഡിലിൽ തന്നെ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് എനിക്ക് പ്രോഫിറ്റ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല. ജസ്റ്റ് ഒരു പച്ച കണ്ട അപ്പം തന്നെ എനിക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ലെവലായിരുന്നു ഞാൻ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലെവൽ കഴിഞ്ഞ് ട്രേഡിംഗ് പോയിട്ടുണ്ട്, അതായത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ജസ്റ്റ് ചെറിയൊരു പ്രോഫിറ്റ് മാത്രമായിരുന്നു അന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. സോ ടോട്ടലി അന്നത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1500 റുപ്പീസാണ്. ഞാൻ 3 പ്രാവശ്യം ട്രേഡ് എടുത്തുകൊണ്ട് 200 റുപ്പീസ് ചാർജും ടാക്സ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ ട്രേഡ് നോക്കാം. അടുത്ത ദിവസം എനിക്ക് തോന്നുന്നു 600 ലോസ് ആയിരുന്നു എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഒറ്റ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ ക്ലിയർ മൈൻഡ് ആയിരുന്നു. ഒരു ട്രേഡ് എടുത്തു. 1 സെക്കൻഡ് ഞാൻ ചാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു റേഞ്ചിലായിരുന്നു, ഈ ഒരു ക്യാൻഡിലായിരുന്നു ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ നിന്ന് ഷോർട്ടായിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഹൈ മാർക്കറ്റ് പോകും എന്നായിരുന്നു ഞാൻ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ വ്യൂ റോങ് ആയിരുന്നു. അതേപോലെ തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു ചോപ്പി മാർക്കറ്റൂടെ ആയിരുന്നു. വലിയ മൂവ്മെൻ്റ് ഒന്നും അന്നത്തെ ദിവസം വേറെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഈ ഒരു 2 മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ 2 മൂവ്മെൻ്റ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഞാനൊരു മൂവ്മെൻറ്റ് അപ്വേർഡ്സ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് ആ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ട്രേഡ് ഞാൻ ലോസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അന്നത്തെ ദിവസം എനിക്ക് ജസ്റ്റ് 600 റുപ്പീസ് പ്രോഫിറ്റ് ആയിരുന്നു ലോസ് ആയിരുന്നു ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ദിവസം 31st എനിക്ക് എൻ്റെ ഇമോഷൻസും റിവഞ്ച് ട്രേഡിങ്ങും ആകെ കൂടെ എല്ലാം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡിംഗ് ആയിരുന്നു. 3K ലോസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാനൊരു സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മൈൻഡും സ്റ്റേബിൾ അല്ലായിരുന്നു. ഞാൻ ഇമോഷൻ്റെ പുറത്ത് അതേപോലെ തന്നെ റിവെഞ്ച് ട്രേഡിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറേ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഓവറോൾ 4 ട്രേഡ് അങ്ങോട്ട് 3 ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു അപ്വേർഡ് പോകും ഡൗൺവേർഡ് പോകും എന്നുള്ള രീതിയിൽ. പക്ഷെ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 3Kയിൽ ഞാൻ എന്തായാലും എൻ്റെ ലോസ് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ദിവസത്തെ ഞാൻ എക്സാക്റ്റ് ഡീറ്റെയിലോട്ട് പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാസത്തെ 1-ാം തീയതി മുതലുള്ള ട്രേഡിംഗ് ഇതിലോട്ട് നോക്കാം. ഫസ്റ്റ് ദിവസം കറക്റ്റ് 1500 എൻ്റെ ഇത്രയും ഈ ഒരു ഓവറോൾ 3 വീക്സ് ട്രേഡിങ്ങിൽ കറക്റ്റ് പ്രോഫിറ്റ് എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒറ്റ ട്രേഡ് ഇത് മാത്രമായിരുന്നു. 1500 ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രേഡ്. അപ്പോൾ അത് എങ്ങനെയായിരുന്നു ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അന്നത്തെ ദിവസം ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്യാൻഡിലായിരുന്നു. ഈ ഒരു ക്യാൻഡിലിൽ ഞാൻ എൻ്റെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് അബവ് തന്നെ ഞാൻ എൻ്റെ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്ന ഈ ഒരു റേഞ്ചിലായിരുന്നു. അപ്പോൾ ഇതിന് മേളിൽ ഒരു ക്ലോസിങ് വരുന്നുണ്ടായിരുന്നെങ്കിൽ ഞാനത് എക്സിറ്റ് ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു. അതേപോലെ തന്നെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്ന ഏകദേശം ഈ ഒരു റേഞ്ചായിരുന്നു. പക്ഷേ ഈ ഒരു ഫോളിൽ തന്നെ എനിക്ക് 1500 അടിച്ചപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ നേരം നിൽക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ട്രേഡ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തായാലും ലോസ് ഉണ്ടാകത്തുള്ളായിരുന്നു. കാരണം തിരിച്ച് മാർക്കറ്റ് കയറിയിട്ടായിരുന്നു താഴോട്ട് വന്നുകൊണ്ടിരുന്നത്. സോ
ആ ഒരു ട്രേഡിൽ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ട് തോന്നുന്നില്ല. ഞാൻ എന്തായാലും കറക്റ്റ് ടൈമിങ്ങിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രോഫിറ്റ് ഞാൻ മാർജിൻ ചെയ്തത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ആ പ്രോഫിറ്റ് കറക്റ്റായിട്ട് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ രീതിയിൽ ട്രേഡ് എടുക്കരുതായിരുന്നു. ഒന്നുകിൽ ഞാൻ ആ പുൾ ബാക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ട്രേഡ് എടുക്കുന്നതായിരുന്നു കുറച്ചുകൂടെ സേഫ് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ട്രേഡ് എടുത്തിരുന്നെങ്കിലും ബെറ്റർ ആയിരുന്നേനെ. ഈ ഒരു നല്ലൊരു മൂവ്മെൻറ്റും ക്യാപ്ചർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് ഈ ഒരു എന്തായാലും മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ടായിരിക്കും പോകുന്നത് എന്നൊരു എക്സ്പെക്റ്റേഷനിലായിരുന്നു ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റേഞ്ചിൽ നിന്നാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്യാൻഡലിൽ. പക്ഷേ എന്നിരുന്നാലും എനിക്ക് അന്നത്തെ ദിവസം 1500 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള ട്രേഡ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. ജസ്റ്റ് ഇത് 3 രൂപ ഇത് ഞാൻ 3 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും സ്റ്റോപ്പ് ലോസ് ഞാൻ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല ട്രേഡായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 2 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആവറേജ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 120 മേളിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡായിരുന്നു ഇത് എനിക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഒരു ചെറിയൊരു പ്രോഫിറ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി തോന്നി. ഈ ലോസ് കവർ ചെയ്യുന്നതായിരുന്നു പ്രധാനം എന്ന് തോന്നി. പക്ഷേ ഞാനൊന്ന് വെയിറ്റ് ചെയ്തിരുന്നിരുന്നെങ്കിൽ ഈ ദിവസം എനിക്ക് 3000 4000 റുപ്പീസ് കിട്ടേണ്ട ട്രേഡായിരുന്നു. ഇത് ഇന്നലത്തെ ട്രേഡായിരുന്നു. ഇന്നലത്തെ ട്രേഡിൽ എനിക്ക് ഞാൻ 2 ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് 300 എക്സിറ്റ് ചെയ്തു. അതും ഇമോഷൻ കാരണം എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 4468 എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും പൊട്ട ട്രേഡായിരുന്നു. നല്ലൊരു പൊസിഷനായിരുന്നു എനിക്ക് 2-2 എൻ്റെ വ്യൂവും കറക്റ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു പ്രോഫിറ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് ആ പ്രോഫിറ്റിൽ നിന്ന് എക്സിറ്റ് ആവാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെറുപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ മെയിൻ പോയിന്റിലോട്ട് വരാം. വാട്ട് കീപ്സ് മീ ഡിസിപ്ലിൻ എവറി ഡേ. എൻ്റെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ മാർക്കറ്റ് അനാലിസിസ് ഞാൻ എല്ലാ ദിവസവും രാവിലെ എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. കാരണം എനിക്ക് വേറെ ഡേ ജോബ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് വേറെ എല്ലാ ദിവസവും മാർക്കറ്റ് എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ക്യാൻഡിൽ ഫോർമേഷൻ അത് ഞാൻ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ന്യൂസ് ചെക്കിങ് അത് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. രാത്രിയായിരിക്കും ഞാൻ നോക്കുന്നത് ന്യൂസ് ചെക്കിങ്, എന്തെങ്കിലും ന്യൂസ് വന്നിട്ടുണ്ടോ ഇല്ലെന്ന് FBയിൽ, ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയസിലായിരിക്കും ഞാൻ കൂടുതലായിട്ട് ന്യൂസ് ഫാക്റ്റും ചെക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ റീസെൻറ്റ് ട്രെൻഡ് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ അനലൈസ് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. തലേ ദിവസം എങ്ങനെയായിരുന്നു, അതിന് മുമ്പത്തെ ദിവസം എങ്ങനെയായിരുന്നു, ഈ വീക്കിലെ ട്രെൻഡ് എങ്ങനെയാണ്, ഡൗൺ ട്രെൻഡ് ആണോ അതോ അപ്പ് ട്രെൻഡ് ആണോ, അങ്ങനത്തെ രീതിയിൽ അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ യൂഷ്വലി ട്രേഡ് എടുക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഇമോഷൻ ആർ റൂയിനിങ് മൈ ട്രേഡ്. എൻ്റെ ട്രേഡ്സ് ഏതൊക്കെ ഇമോഷൻസ് ആണ്? അതായത് പ്രോഫിറ്റ് ടേക്കിങ്ങും ഫിയർ ഓഫ് ലോസ്. അതായത് എൻ്റെ ട്രേഡിംഗ് കരിയറിൽ ഞാൻ ഇത്രയും നാൾ ട്രേഡ് ചെയ്തതിൽ എപ്പോഴും എനിക്ക് പ്രോഫിറ്റ് ടേക്ക് ചെയ്യാനാണ് എനിക്ക് ഭയങ്കര പ്രയാസമുള്ളത്. അതായത് എൻ്റെ ടാർഗറ്റ് ഒരു 1500 ആണെങ്കിൽ ഞാൻ ഒരു 700-800 റുപ്പീസ് വരുമ്പോൾ തന്നെ എനിക്ക് എക്സിറ്റ് ആവാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. ഞാനിപ്പോൾ നാളെ തൊട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അലേർട്ട് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത്. അലേർട്ട് വരുമ്പോൾ മാത്രം ഞാൻ എൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണ്, ലോസ് എങ്ങനെയാണ് ഞാൻ നോക്കും. അല്ലാത്ത പക്ഷം ഞാൻ അലേർട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യും. എൻ്റെ പ്രോഫിറ്റ് മാർജിനിൽ ഞാൻ നോക്കുന്നത് കുറയ്ക്കും എന്നാണ് ഞാൻ ഇന്ന് മുതൽ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫിയർ ഓഫ് ലൂസിങ്, അതും രണ്ടും സെയിം തന്നെയാണ്. ലൂസ് ചെയ്യുന്നുള്ള ഫിയർ ഉള്ളത് കൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരു 600-700 റേഞ്ചിൽ തന്നെ എക്സിറ്റ് ചെയ്യുന്നത്. എൻ്റെ ടാർഗറ്റ് 1500 ആണ്. പിന്നെ അത് കഴിഞ്ഞ് ഹൗ ഡു ഐ സ്റ്റോപ്പ് സെൽഫ് സാബോട്ടേജ് ഡ്യൂറിങ് ട്രേഡ്. ഇത് ഞാൻ മുൻപേ എക്സ്പ്ലെയിൻ ചെയ്ത ആ 2700 ലോസ് വന്ന ട്രേഡുകളിൽ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ ട്രേഡ് ലോസ് എൻ്റെ എക്സ്പെക്റ്റേഷൻ പോലെ ട്രേഡ് വരാത്തപ്പോൾ ഞാൻ പിന്നെയും ഓവർ ട്രേഡ് ചെയ്തു.
പിന്നെയും സംഭവം എൻ്റെ മൈൻഡ് ഒട്ടും കറക്റ്റ് അല്ലായിരുന്നു. ഞാൻ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഞാൻ ഇത് ചെയ്തിട്ട് ഞാൻ ട്രേഡ് എടുത്ത ഒരു സമയമായിരുന്നു. ഞാൻ ഒരിക്കലും ട്രേഡ് എടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു നോട്ട്, എൻ്റെ തോട്ട്സ് എന്താണ്, തോട്ട് പ്രോസസ്സ് എന്താണ്, ഞാൻ ഇമോഷണലി ആണോ ലോജിക്കലി ആണോ തിങ്ക് ചെയ്യുന്നത് എന്ന് ഞാൻ ഒന്നുകൂടെ ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ ട്രേഡ് എടുക്കത്തുള്ളൂ എന്നാണ് ഞാൻ ഇന്നു മുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് എങ്ങനെ ട്രേഡ് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, 1:2 എന്നുള്ള റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് ഇനി സ്ട്രിക്ട്ലി. അതായത് 750 ആ റേഞ്ച് വരുമ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ 1500 വരാതെ പക്ഷം ഞാൻ ഒരിക്കലും എക്സിറ്റ് ചെയ്യത്തില്ല. ഞാൻ വെയിറ്റ് ചെയ്യും. ആ ഒരു 1400 വന്നിട്ട് തിരിച്ച് 750 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ കൂടെ ഞാൻ വെയിറ്റ് ചെയ്യും എന്നാണ് ഞാനിപ്പോൾ മൈൻഡിൽ വിചാരിക്കുന്നത്. പിന്നെ ട്രailing സ്റ്റോപ്പ് ലോസ്, അതും അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടി കൂടുതൽ നല്ല രീതിയിൽ എനിക്ക് മാർക്കറ്റ് കുറേ ഇത് തരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്നും ഉപയോഗിക്കാനുള്ള ഇത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ട്രailing സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് ഇനി മുതൽ എൻ്റെ ഒരു ഇത്. അതായത് എൻ്റെ ഒരു വ്യൂവിൽ കൂടെയാണ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാനാണ് എൻ്റെ ഒരു തീരുമാനം. ഹൗ ഡു ഐ ക്യാച്ച് മൈ മിസ്റ്റേക്ക് എയർലി? അതായത് എൻ്റെ മിസ്റ്റേക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് എനിക്ക് ട്രെൻഡ് ചേഞ്ചസ് മാത്രമാണ് എനിക്കിപ്പോൾ ഓർമ്മയിൽ വരുന്നത്. ട്രെൻഡ് ചേഞ്ച് ആവുകയാണെങ്കിൽ എനിക്ക് മിസ്റ്റേക്ക് നേരത്തെ തന്നെ ഞാൻ നോക്കിയിരിക്കുന്ന വ്യൂവിൽ നേരെ തിരിച്ചാണ് വരുന്നതെങ്കിൽ, ട്രെൻഡ് ചേഞ്ച് ആവുന്നതെങ്കിൽ എനിക്ക് അതിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയായിരുന്നു. ഐ മീൻ ട്രെൻഡ് ചേഞ്ച് ആവുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മിസ്റ്റേക്ക് ക്യാച്ച് ചെയ്യാനും പറ്റും, എക്സിറ്റ് ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് ഞാൻ ഈ 5 ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ 1 മന്ത് ഞാൻ ഈ ഒരു 5 ക്വസ്റ്റ്യൻസിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളും ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാളെ തൊട്ട് ഡേ 1 ആണ്. ഞാൻ എന്തായാലും ഈ 1 മന്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഞാൻ ഒരു വീഡിയോ ഒന്നുകൂടെ ഇടുന്നുണ്ട്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, നിങ്ങളെല്ലാം എൻ്റെ ട്രേഡ് കണ്ടിട്ടുണ്ട്, എത്രത്തോളം ലോസാണ്, എൻ്റെ ടോട്ടൽ ലോസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ടോട്ടൽ ലോസ് വരുമ്പോൾ ഓക്കെ, ജൂലൈ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ടോട്ടൽ ലോസ് എനിക്കിപ്പോൾ കറൻ്റ്ലി 1002 ആണ്. ഇന്നത്തെ ദിവസം എനിക്ക് ലോസ് ആയിരുന്നു. അപ്പോൾ ഒരു 1600 റുപ്പീസ് ലോസ് ആയിട്ടായിരിക്കും എനിക്ക് വരാൻ പോകുന്നത്. നാളെ തൊട്ട് എങ്ങനെയാണ് എൻ്റെ ട്രേഡിംഗ് കരിയർ എന്ന് ഞാൻ അടുത്ത മാസം ഇതേപോലെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആരെങ്കിലും വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാവുന്നതാണ്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും പറയാവുന്നതാണ്.